ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്രം ഇടപെട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് 1 കോടി ഒപ്പുശേഖരണത്തിന് തുടക്കമിട്ടു. പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ നിന്നാണ് ഒപ്പുശേഖരണം ആരംഭിച്ചത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഒപ്പുശേഖരണം. ജില്ലാ പ്രസിഡന്റ് കരമന ജയനും സംബന്ധിച്ചു. ശരണം വിളികളോടെ നിരവധി പേർ ഒപ്പുശേഖരണത്തിൽ പങ്കെടുത്തു. ഭക്തരും നാട്ടുകാരും യാത്രികരുമെല്ലാം ഈ ഒപ്പുശേഖരണത്തിലെത്തി ഒപ്പിട്ട് ശരണം മുഴക്കി. ഇന്ന് വൃശ്ചികം 1 മണ്ഡലകാലം തുടങ്ങുന്ന ഇന്നേ ദിവസം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശബരിമല ഭക്തന്മാരുടെ ഒപ്പുശേഖരണം നടത്തുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 2-3 ദശാബ്ദക്കാലമായി ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ചില ഗൂഢപദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലും അതിനു മുമ്പുണ്ടായിരുന്ന വലതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാനും ശബരിമലയിൽ കൊള്ള നടത്താനും അവിടെ ഏജൻസികളെ വച്ചും ഇടനിലക്കാരെ വച്ചും ശബരിമലയെ നശിപ്പിക്കാനുമുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ രാജ്യത്തിലെ മുഴുവൻ ജനതയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ശബരിമലയെ തകർക്കാനുള്ള കേരളത്തിലെ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന വലിയ ഉദ്യമവുമായി ഈ വൃശ്ചികം 1 മുതൽ മണ്ഡല കാലഘട്ടത്തിൽ BJP 1 കോടി ശബരിമല ഭക്തന്മാരുടെ ഒപ്പുശേഖരണം നടത്തുകയാണ്. ഇന്ന് ഇതേ സമയത്ത് കേരളത്തിൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒപ്പുശേഖരണം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്തരായിട്ടുള്ള ആൾക്കാർ സ്വയമേവ വന്ന് ഒപ്പുശേഖരണത്തിൽ പങ്കാളിയായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തിന്റെ വലിയൊരു വിജയത്തിന്റെ പ്രഖ്യാപനമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് ഒരു കാര്യം ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ശബരിമലയിൽ നടന്നത് കേവലം സ്വർണ്ണക്കൊള്ളയല്ല, ശബരിമലയിൽ നടന്നത് തിരുവാഭരണ കൊള്ളയാണ്. ആ തിരുവാഭരണ കൊള്ളക്കാരായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും കൽത്തുറുങ്കിൽ അടയ്ക്കുക എന്നുള്ളത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിനോടും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ശ്രീ SITയുടെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതിയെ നേതൃത്വം നൽകുന്ന SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസികളുടെ ഉൾപ്പെടെ സഹായം തേടണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് BJP ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ കൽത്തുറങ്കിൽ തിരുവാഭരണം കൊള്ളയടിച്ച എല്ലാവരെയും കൽത്തുറങ്കിൽ അടയ്ക്കണം. അത് പത്മകുമാറിലും വാസുവിലും അവസാനിപ്പിക്കരുത്. അത് വാസവനിലേക്കും കടകംപള്ളി സുരേന്ദ്രനിലേക്കും പിണറായി വിജയനിലേക്കും എത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇവിടുത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ശിവകുമാറിലേക്കും ശിവകുമാറിന്റെ കുടുംബത്തിലേക്കും ഈ അന്വേഷണം എത്തേണ്ടിയിരിക്കുന്നു എന്ന് BJPക്ക് ഉറപ്പുണ്ട്, ശബരിമല ഭക്തന്മാർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തിരുവാഭരണ കൊള്ളക്കാരന്മാരെ കൽത്തുറങ്കിൽ അടയ്ക്കുന്നതുവരെ ഈ സമരവുമായിട്ട് BJP ഏറ്റെടുത്ത സമരവുമായി മുന്നോട്ട് പോകും. ഇത് രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് 1 കോടി ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് ഭാരതീയ ജനതാ പാർട്ടി സമർപ്പിക്കും. ഇതിന് ഈ കേരളത്തിലും അതോടൊപ്പം തന്നെ ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഉൾപ്പെടെയുള്ള മുഴുവൻ അയ്യപ്പ ഭക്തന്മാരുടെയും പിന്തുണയാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. എല്ലാവരുടെയും ആവശ്യമെന്ന നിലയിൽ ഞങ്ങൾ 1 കോടി ഒപ്പ് ഈ ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ശേഖരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. Amen.